ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിവിടെ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ആദ്യം വന്നിട്ട് ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ വന്നിട്ട് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നൈസിയമൈഡ് ടോണറാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും, അതേപോലെ പോഴ്സിനൊക്കെ നല്ലപോലെ ടൈറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ അടുത്തത് ഞാൻ യൂസ് ചെയ്യണത് ഒരു ലിപ് ബാമാണ്. ലിപ്സിന് അപ്പോഴേക്കും ഒരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ ലിപ് ബാം വന്നിട്ട് മാർസിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ടിൻറ്റഡ് അല്ല, നോർമൽ ലിപ് ബാമാണ്. അപ്പോഴേക്കും നമ്മുടെ ടോണറൊക്കെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഞാൻ ഫേസ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് സിറം വന്നിട്ട് ഡെർമാക്കോൻ്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറമാണ്. ഇത് ആക്ച്വലി ഞാൻ ഫേസ് സിറം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, പക്ഷേ പിമ്പിൾസൊക്കെ വല്ലാണ്ട് കൂടിയപ്പോഴാണ് ഞാൻ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് സിറം യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ നല്ല എഫക്റ്റീവ് ആട്ടോ, പിമ്പിൾസൊക്കെ കുറേ പോയി. അതേപോലെ അത്യാവശ്യം പുതിയ പിമ്പിൾസ് വരാതെ തടയുന്നുണ്ട്. അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ വന്നിട്ട് റിക്വലിൻ്റെ സെറാമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. ഇത് അത്യാവശ്യം നമ്മുടെ സ്കിന്ന് ത്രൂ ഔട്ട് ഡേ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. AC കാറിലല്ലേ പോകുന്നത്, അപ്പോൾ AC കൊള്ളുമ്പോൾ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവാറുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ രക്ഷിക്കും. അടുത്തത് വന്നിട്ട് ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. സൺസ്ക്രീൻ വന്നിട്ട് എക്വാലോജിക്കയുടെ പപ്പായ ആൻഡ് വൈറ്റമിൻ C സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഡൂയി ഫിനിഷ് തരും കേട്ടോ. പിന്നെ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നല്ലൊരു സ്ട്രോപ്പ് ക്രീമൊക്കെ തേച്ചൊരു ഗ്ലോ നമ്മുടെ ഫേസിന് തരും. കണ്ടോ, ഇങ്ങനൊരു ഗ്ലോ ത്രൂ ഔട്ട് ഡേ ഉണ്ടാവും. അടുത്തത് വന്നിട്ട് ഒരു ഫൗണ്ടേഷനാണ്, ഒരു ലൈറ്റ് ഫൗണ്ടേഷനാണ്. ഇത് സ്ട്രീക്സ് വെയറിൻ്റെ ഒരു ലൈറ്റ് ഫൗണ്ടേഷനാണ്. ഫുൾ കവറേജ് ഒന്നുമില്ല കേട്ടോ, നോർമൽ ഒരു BB ക്രീം തേക്കുന്ന ഒരു എഫക്റ്റ്. പിന്നെ സ്പഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി. ഡെയിലി വെയറിന് പറ്റിയൊരു ഫൗണ്ടേഷനാണത്. പിന്നെ യൂസ് ചെയ്യണത് പ്ലമ്മിൻ്റെ ഒരു കാജലാണ്. ഈ കാജൽ നല്ല സ്മഡ്ജ് പ്രൂഫ് ആട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്. ലൈറ്റായിരുന്നു, കണ്ണിലങ്ങ് ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നില്ല കേട്ടോ. നല്ലൊരു കാജലാണ്. വേറെ ഐലൈനറൊന്നും അതിൻ്റെ വാട്ടർ ലൈനിൽ വേറെ അഡീഷണൽ എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഞാനൊരു ഐലൈനറാണ് എടുക്കുന്നത്. ഐലൈനർ വന്നിട്ട് കളർ എസൻസിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. അത്യാവശ്യം ഒരു നല്ല ഐലൈനറാണ്. വാട്ടർ ലൈനിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും. വളരെ കംഫർട്ടബിളാണ് കേട്ടോ ഈ ഐലൈനർ എനിക്ക്. പിന്നെ ഞാൻ വലിയ ഇതായിട്ട് നീട്ടിയൊന്നും എഴുതണില്ല, ചെറുതായിട്ട് കണ്ണിൻ്റെ മുകളിൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ മുകളിൽ ചെറുതായിട്ട് എഴുതുന്നുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എൻ്റെ റൈറ്റ് സൈഡ് പുരികാൻ ശ്രദ്ധിച്ചു, അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് അത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്ലഷ് ഇടുകയാണ്. ജസ്റ്റ് ഹെർബ്സിൻ്റെ ബ്ലഷ് ആട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയൊരു ബ്ലഷാണ്. വല്ലാണ്ട് എടുത്ത് കാണിക്കില്ല, ക്യാമറയിൽ കാണുന്നില്ല, പക്ഷെ നേരിട്ടിട്ട് ഒരു നോർമൽ ഒരു നാച്ചുറൽ ലുക്കായിരുന്നു തരുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു പൊട്ട് തൊട്ടു. അടുത്തത് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, ഓവറായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ ലിപ്പിൻ്റെ ഒരു നാച്ചുറൽ കളറായിട്ട് തന്നെ അതിരിക്കാറ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഷെയ്ഡ്. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഈരി നല്ലപോലെ ജടയൊക്കെ കളഞ്ഞിട്ട് ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ സിറം വന്നിട്ട് ബയോലൈസിൻ്റെ ഒരു ഹെയർ സിറം ആട്ടോ, നല്ലൊരു സിറം ആട്ടോ അത്. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഈരി മുടി അഴിച്ചിടുകയാണ് ചെയ്യണത്. ജസ്റ്റ് അതൊന്ന് അഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു സിന്ദൂരമാണ് തൊടുന്നത്. സിന്ദൂരം ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോഴൊക്കെ ലിക്വിഡിൻ്റെയാണ് യൂസ് ചെയ്യാറ്. വീട്ടിലുള്ളപ്പോൾ പൊടിയുടെ സിന്ദൂരം കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് വന്നിട്ടൊരു പാകിസ്ഥാനി ടൈപ്പ് ചുരിദാറാണ്. അപ്പോൾ ബാക്കി ആക്സസറീസ് എടുക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.